25,500 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ടിൽ വളരെയധികം കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടേ. നിഫ്റ്റിയുടെ ഒരു മന്ത്ലി എക്സ്പയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പയറിംഗ് ആണ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നലത്തെ പോലെ ബാക്ക് ടു ബാക്ക് ഇന്നലെയും ഫ്രൈഡേയിൽ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആയിരുന്നു, ഇന്നലെയും ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആയിരുന്നു, ഇന്നും ന്യൂട്രൽ എസ്റ്റീം ആണ്. ചുരുക്കി പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ഫെയിൽഡ് ഓപ്ഷനോട് കൂടി താഴേക്ക് ഇറങ്ങി വരുന്നൊരു മാർക്കറ്റാണ്. അതായത് സെല്ലേഴ്സിന്റെ ഗ്രിപ്പ് മാർക്കറ്റിലേക്ക് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ തമിഴിൽ കാണിച്ചത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, 25,600 വരും എന്ന് പറഞ്ഞാൽ ആ സാധനം നിഫ്റ്റിയെ സംബന്ധിച്ച് എന്തായാലും ഈ 25,800 ഭാഗത്തും അതിന് താഴെ ഈ POC നിഫ്റ്റി ടെസ്റ്റ് ചെയ്തേ പറ്റും. 25,500 ഈ 600 എന്ന ഈ ഒരു ഏരിയ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റി താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് തമിഴിൽ കാണിച്ചിരിക്കുന്നത്, ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാക്ക് ടു ബാക്ക് സെല്ലിംഗ് പ്രഷർ വരുന്നത് കൊണ്ട് നാളെ ഒരു പുതിയ കോൺട്രാക്ട് ആയതുകൊണ്ട് എൻ്റെ എല്ലാ മെമ്പേഴ്സും, അതായത് നമ്മുടെ പെയ്ഡ് തന്ന സബ്സ്ക്രൈബ് ചെയ്ത മെമ്പേഴ്സും എല്ലാവരും ഈ സ്പോട്ടിന്റെ ചാർട്ട് മാത്രം നാളത്തേക്ക് വാച്ച് ചെയ്താൽ മതി. കാരണം ഫ്യൂച്ചേഴ്സ് തമ്മിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട്, ആ ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇത് സ്പോട്ട് മാത്രം വായിച്ചാൽ മതി. പുതിയൊരു വൃത്തിയിട്ട മാസമായിരുന്നു കേട്ടോ നവംബർ. ഒരു ഓവറോൾ ചെറിയ ലോസിലൊക്കെയാണ് നമ്മുടെ പ്രോപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നത്. കാരണം ഒരു വൃത്തികെട്ടൊരു മന്തായിരുന്നു. മാർക്കറ്റ് ഒട്ടും പോയിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, മെജോറിറ്റി സമയം മാർക്കറ്റ് ഈ ക്ലസ്റ്റേഡ് ആയിട്ടുള്ള റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. പ്രീമിയം ആദ്യം ഇന്ന് മോർണിംഗിൽ ഫോർ എക്സാമ്പിൾ ഇന്ന് ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ട്രേഡിംഗിൽ മോർണിംഗിൽ ട്രേഡ് എടുത്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഉച്ചയ്ക്ക് ശേഷം ആ ട്രേഡ് നമ്മൾ ഒരു സ്റ്റോപ്പ് ഹിറ്റായി നമ്മൾ സ്റ്റോപ്പ് ട്രേഡിങ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ സെക്കൻഡ് എൻട്രി എന്ന് വന്ന് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു എന്നാൽ സ്പോട്ട് മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇന്നത്തെ നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി സ്പോട്ട് മാർക്കറ്റിൽ ട്രേഡ് വന്നിരിക്കുന്നത് 2.55 ട്രേഡ് വന്നിരിക്കണം നിഫ്റ്റി താഴേക്ക് ഇറങ്ങുന്നത്. മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ട്രിഗർ ആയിട്ടില്ല. POCയുടെ ഭാഗത്തു നിന്നും ബെയറിഷ് എഫിന്റെ ഭാഗത്തും കിടന്ന് കളിക്കുകയായിരുന്നു. മിഡ് ക്യാപ്പും POCയുടെ ഭാഗത്തും ബെയറിഷ് എഫ്, ഈവൻ തോ മിഡ് ക്യാപ്പ് പ്ലസിലാണ് മാർക്കറ്റ് 13,800 ഭാഗത്തേക്ക് തന്നെയാണ് കൃത്യമായി എക്സ്പയർ വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഈ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിഫ്റ്റിക്കും മിഡ് ക്യാപ്പിലും ഒരു റേഞ്ച് ഒന്നും മാറ്റമില്ല, സെയിം റേഞ്ചാണ് നാളത്തേക്ക് വരുന്നത്. 13,800. ഇന്നത്തെ POCക്ക് മാത്രം ഒരു ചെറിയൊരു ചേഞ്ചസ് വരും. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇന്നത്തെ POC വന്ന ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ POC ഒന്ന് എനിക്ക് മാറ്റി ഒന്ന് വരയ്ക്കണം, വേറെ ഒന്നുമില്ല. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത് 13,791 ഭാഗത്ത്. അപ്പോൾ ഈ ഒരു POC ഒന്ന് താഴേക്ക് എനിക്ക് കൊണ്ടുവരണം. അത്ര കാര്യങ്ങൾ മാത്രമേ 13,791 മുകളിൽ മാത്രം. അപ്പോൾ എന്നെ സംബന്ധിച്ച് നാളെ 13,900 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ, 13,700 താഴെ മാത്രമേ സെല്ലുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഒരു സെയിം റേഞ്ച് തന്നെയാണ് നാളത്തേക്ക് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്യൂച്ചേഴ്സ് ലെവലിൽ മെമ്പേഴ്സ് ഉള്ള ആൾക്കാരും ഫ്യൂച്ചേഴ്സിന്റെ ലെവലിന് പകരം നാളത്തെ ഒരു ദിവസത്തേക്ക് സ്പോട്ട് ലെവലിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. സോ 13,900 മുകളിൽ വന്നാൽ 13,951, 14,002, 14,050 ഭാഗത്തേക്ക് പോകും. 13,700 പൊട്ടിയാൽ 13,660, 13,603, 13,521 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിക്കും സെയിം ആണ്, ഒരു ലെവല് മാറ്റമില്ല. ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 58,951 ഭാഗത്താണ്, 58,951 ഭാഗത്താണ്, 58,951 ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഏകദേശം 910, 880 ഭാഗത്ത് ക്ലോസ് ചെയ്തു. ഇനി ബുള്ളിഷ് റെഫറൻസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ബുള്ളിഷ് റെഫറൻസ് വേണമെങ്കിൽ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാം. 59,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷിൽ ബൈ എടുക്കാം. 59,200 മുകളിൽ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 59,329, 59,329, 59,330 വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 59,454, 59,454 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 59,575 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ നാളത്തേക്ക് ഈ ഒരു റെഫറൻസ് ലെവലിൽ മാത്രമേ ഞാൻ ആക്ട് ചെയ്ത് വയ്ക്കുന്നുള്ളൂ. ബെയറിഷ് ലെവൽ സെയിം ആണ്, 58,600 താഴെ 58,483, 58,333, 58,152 എന്ന് പറഞ്ഞ ആ ഒരു റെഫറൻസ് ലെവലിൽ തന്നെ വയ്ക്കാൻ പറ്റും. നിഫ്റ്റിയും ഒരു ന്യൂട്രൽ ഡേ, മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു എന്താണ് പി ഷേപ്ഡ് പ്രൊഫൈലാണ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ പക്ക ഒരു ന്യൂട്രൽ ഡേ ആണ്.
ഇൻസൈഡ് IB ആണ് അവൻ ക്ലോസ് ചെയ്ത്, രണ്ട് സൈഡും ബ്രേക്ക് വന്ന് ഇൻസൈഡ് IB ആണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആണ്, ബാക്ക് ടു ബാക്ക് FA വരുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈ ഉള്ളൂ. എത്രയാണ് ഇന്നത്തെ ഹൈ ആയ 26,012. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് മാറ്റി POC ആദ്യം ഒന്ന് മാറ്റി. എത്രയാണ് POC വന്നിരിക്കുന്നത് 25,990 ഭാഗത്തേക്ക് ഒന്ന് POC ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് ആദ്യം POC ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ 26,020 26,030 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ബൈ, ഇന്നത്തെ ഹൈ നമ്മൾ 26,035. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, 26,040 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്, ഈ POC 26,092 R1 എന്ന് പറയുമ്പോൾ 26,092 ഭാഗത്തേക്ക് വരാം. R2 എന്ന് പറയുന്നത് 26,130 26,137 എത്രയാണ് 26,137 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,188 R3 എന്ന് പറയുമ്പം 26,188. നിങ്ങളൊരു കാര്യം ഓർത്തോളുക, മാർക്കറ്റ് നാളെ ഫസ്റ്റ് നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നു 25,600 നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ 26,040 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ചേഞ്ചസ് വരും. ഇല്ല എങ്കിൽ 25,600 സ്പോട്ട് നിഫ്റ്റി സുനിശ്ചിതമായിട്ടും അടിച്ചിരിക്കും. അത് വേണമെങ്കിൽ ഈ ആഴ്ച തന്നെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇതായിരിക്കും നിഫ്റ്റിയുടെ അപ്പർ ലെവൽ. ഇനി നമുക്ക് നോക്കേണ്ട ലോവർ ലെവൽ ടാർഗറ്റ് ഒന്നും മാറ്റണം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നും സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് ഈ ഒരു ലോവർ ലെവൽ, അതായത് വെനസ്ഡേ 19-ാം തീയതി വന്ന ഈ ഒരു ലോവർ ലെവലിലെങ്കിൽ 25,844 താഴെ മാത്രമേ സ്പോട്ടിൽ ഞാൻ എത്രയാണ് 25,840 താഴെ മാത്രമേ ഞാൻ, അല്ല 840 അല്ലെങ്കിൽ 840 താഴെ മാത്രമേ സെല്ലിങ്, 44 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്, എത്രയാണ് 25,844 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു POC ആണ്. എന്താണ് 14-ാം തീയതി വന്ന POC ആയ 25,799 ഭാഗത്തേക്ക്, എത്രയാണ് 25,799 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 25,740 ഭാഗത്തെ 25,740 ഭാഗത്തേക്ക്, എത്രയാണ് 25,740 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലോസിങ്ങിന്റെ ഭാഗത്തേക്ക് എത്രയാണ് 25,700 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 844 പൊട്ടിറങ്ങി തിരിച്ചിറങ്ങി 799 740 700 ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ, 840 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക്, ഈവൻ അതിന് താഴെ ഈ POCയുടെ ഭാഗത്ത് 25,500 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ടിന് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നാളെ നിങ്ങൾ ഈ റെഫറൻസ് ലെവൽ കൃത്യമായി മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ഇപ്പം ഡൗൺവേർഡ് അപ്വേർഡ് റെഫറൻസും ചെറിയ ഡിഫറൻസ് ഉണ്ട്, ഡൗൺവേർഡ് റെഫറൻസും ചെറിയ ഡിഫറൻസ് മാത്രമേ മാർക്കറ്റുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ സ്ട്രീം ഡൗൺ ഡേ ആണ്. ഈ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ച ദിവസമാണ് ഇന്നത്തെ ഹൈക്ക്. സോ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സ് വരുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ ഡേ ആണ്. മിഡ് ക്യാപ്പിനെ നോക്കുകയാണെങ്കിൽ P ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇതാണ് ഇന്നത്തേക്കുള്ള പ്രൊഫൈല്. പുതിയ മെന്ററിങ്ങിന്റെ ബാച്ച് ഡിസംബർ മാസം 22-ാം തീയതി അടുപ്പിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അതിൽ കൃത്യമായ എല്ലാ ഡീറ്റെയിൽസും അവർ എൻ്റെ ആൾക്കാർ പറഞ്ഞു തരും. നിങ്ങൾക്ക് 6 മാസം എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം, ലൈവ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകൾ ഈവനിങ് ആയിരിക്കും. പിന്നെ റെക്കോർഡഡ് സെഷൻസിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിലുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെയൊക്കെ സെറ്റപ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ലെവൽ ട്രേഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ബേസ് ചെയ്തുള്ള ട്രേഡ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അടങ്ങി ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ബാച്ചാണ് ഈ വരാവുന്ന ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർന്ന് പഠിച്ച് ഒരു ട്രേഡബിൾ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.